ഇന്ന് മൗണ്ടൻസ് വിസിബിൾ ആണല്ലേ. ഇന്നലെ ഫുൾ ക്ലൗഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വീക്കെൻഡ് ആണ്, നമുക്ക് രണ്ടുപേർക്കും ഓഫ് ആണ്. എനിക്കൊന്ന് ആ കൂടെ ഒരു ദിവസം നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഓഫ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ എത്രയാ, ഒരു 350 ഒന്ന് ട്രെക്കിങ്ങിന് പോവാന്ന് വിചാരിച്ചു. സോ കയറാനാണ്, പക്ഷെ ഇത് വേറെ റൂട്ടാണ്. അന്ന് ലെഫ്റ്റ് എടുത്തു, ഇന്ന് നിങ്ങൾ റൈറ്റ് എടുക്കാൻ പോകും. ഇത് വേറെ കംപ്ലീറ്റ്ലി വേറെ വ്യൂ ആണ്. ഓക്കെ, അവിടെ എന്താ വ്യൂ എന്താണ്? ഓക്കെ, നമുക്ക് നേരിട്ട് പോയിട്ട് കാണാം. പിന്നെ നമ്മൾ മറ്റേ ഇന്നലെ Q&A ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ പെട്ടെന്നൊരു Q&A സെഷൻ കഴിഞ്ഞു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ബൈ ദ ടൈം ഈ വ്ളോഗ് വരുമ്പോൾ അത് തീർന്നിരിക്കും. അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് പോകണം. ഇപ്പം എനിക്കൊന്ന് എത്ര 4 ആയോ? 4-6 ആയി. 5:30 സൺസെറ്റ് ആവും. അപ്പൊ അതിനു മുമ്പ് പോവാ. ഇന്ന് എന്തായിരിക്കും അവിടെ കാണാൻ പോകുന്നത്? ബീച്ചാണോ? പ്രൈവറ്റ് ബീച്ച് പോലത്തെ സ്ഥലമാണോ? അതന്നെ, പക്ഷെ ഇത് കുറച്ച് എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ ട്രെക്കിംഗ് പോയപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ട് ഡിഫറെന്റ് റൂട്ട്സ് ഉണ്ട്. അവിടെ 3-4 റൂട്ട്സ് ഉണ്ട്. ഞങ്ങളും അറിയില്ല എവിടെ എത്തിയ എന്താ കാണുമെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഇപ്പൊ ലാസ്റ്റ് ടൈം പോയത് എനിക്ക് ഒരു ഫ്ലൂക്കില് എനിക്കില്ല ചെറിയ ട്രെക്ക് അതായിരുന്നു തോന്നുന്നു നമ്മൾ സെലക്ട് ചെയ്തത് ലാസ്റ്റ് ടൈം പോയത്. സോ അതുകൊണ്ട് നാട്ടിൽ അതെടുത്തു. ആക്ച്വലി അത് ചെറിയ ട്രെക്ക് ആയിരുന്നു നമ്മളുടെ. ഇപ്പൊ പോകുന്നത് കുറച്ച് ലോങ് ആയിരിക്കും തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നോക്കി നോക്കാം. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. സ്നേഹ എക്സൈറ്റഡ് ആണ്. അതെ, എനിക്കത് പുതിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്താണ് എവിടെ പോയി റീച്ച് ആവാൻ എനിക്ക് അറിയില്ല. നമുക്ക് പെട്ടെന്ന് ഇരുട്ടാൻ മുമ്പ് പോയിട്ട് വരണം ഗൈസ്. പെട്രോൾ ഇട്ടിട്ട് ഇവിടെ എങ്ങനെയാ? UPI ആണോ ഉള്ളത്? ആപ്പിൾ പേയോ? അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഒമാൻ ഇന്ത്യ ആയിട്ട് അത് ആരും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അറിയില്ല. പക്ഷെ ഇത് ആപ്പിൾ പേ കൺവീനിയന്റ് കൊണ്ട് എല്ലാവരും മോസ്റ്റ് ആയിട്ട് ഇവിടെ ആപ്പിൾ പേ തന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ കാർഡ്സ് ഇതിൽ വെക്കാം. ഇവിടുന്ന് എത്ര മിനിറ്റ് എടുക്കും നമുക്ക് പോയിട്ട് വരാൻ? എന്തെങ്കിലും വേണോ? സമയം എടുക്കുമോ? അല്ലെങ്കിൽ ഓൺ ദ വേ തിരിച്ചു വരുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് മേടിക്കാം. എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വേണോ? ഗൈസ്, ഇവിടെ 5 റിയാലിന് 21 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ നമുക്ക് കിട്ടും. ഇവിടെ 1 റിയാൽ ഈക്വൽ ടു ഇന്ത്യൻ റുപ്പി 233-34 ആ റേഞ്ചിലാണ് വരുന്നത്. അതെ, 21 ലിറ്റേഴ്സ്. അതെ ഗൈസ്, ഇപ്പം ഇവിടെ 1 റിയാലിന് നാട്ടിലത്തെ ഒരു 4 ലിറ്റർ പെട്രോൾ കിട്ടും. ഇത്ര നമ്മൾ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു 233 റുപ്പീസിന് നമുക്കൊരു ഇത്ര 4 ലിറ്റർ സംതിങ്. നമുക്ക് ഇന്ത്യയിൽ എത്ര 106-നാണെന്ന് തോന്നുന്നു 1 ലിറ്റർ. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് GCC കൺട്രിയാണ്. ഇവിടെ എത്ര ദൂരം കാണിക്കുന്നത്? 46 മിനിറ്റ്സ്. എത്ര നേരത്തിൽ എത്താൻ പറ്റും സ്നേഹക്ക്? ഓക്കെ, ഇത് നല്ല വ്യൂ അല്ലേ? ഫ്രണ്ടില് മൗണ്ടൻ സൂപ്പർ ആയിട്ടുണ്ട്. അതെ, സൂപ്പർ ആയിട്ടല്ലേ? വിന്റർ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സമ്മറിലൊക്കെ പണി തീരുന്നു. ഈ മൗണ്ടൻസ് ഞങ്ങൾ വന്നിട്ടില്ല. മോസ്റ്റ്ലി റോക്സ്. അതെ, നമ്മള് എനിക്കൊന്ന് സൺസെറ്റിന് മുമ്പ് അവിടെ എത്തും തോന്നുന്നു. ഇപ്പൊ ഒരു 4:45 ആയി. 5:30 ഒക്കെ ആകുമ്പോൾ സൺസെറ്റ് ആവുമല്ലേ? അതെ, മിക്കവാറും എനിക്കറിയില്ല. ലാസ്റ്റ് ടൈം നമ്മൾ ലാസ്റ്റ് മൂമെന്റിലാണ് കവർ ചെയ്തത്. നോക്കി നോക്കാം. എന്താ
എത്തണമെന്നാ ഗൂഗിൾ ചേച്ചി ഒന്നും പറയാത്ത. ലെഫ്റ്റ് ആണ്. അതെ ഇവിടെ നിന്ന് ഇനി 15 minutes 13 kilometers. കുഴപ്പമില്ലായിരിക്കും, നോക്കിക്കോ. നമ്മളങ്ങനെ ഒരുവിധം എത്താറായല്ലേ? ഒരുവിധം എത്താറായി. പക്ഷെ സൺസെറ്റ് ആയി, എനിക്ക് അതാ പേടിയായിട്ടുണ്ട്. നോക്കാം. ഇനി ഇപ്പൊ എത്ര കറക്റ്റ് ആയിട്ട് 5 ആയി. 5:30 സൺസെറ്റ്. അന്ന് 5:30. അന്ന് 5:30. ഇന്ന് എപ്പോഴാണെന്ന് അറിഞ്ഞില്ല. ഓക്കെ, നമ്മൾ എന്തായാലും എത്തും. ടോർച്ച് അടിച്ചത് തിരിച്ചു പറഞ്ഞു. സീനല്ല, നമുക്ക് നോക്കിയോക്കാം. വ്യൂ കാണാൻ പറ്റിയാൽ മതി. സൺസെറ്റ് ആവാറായി ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ചു ദൂരം നടന്നിട്ടാണ് നമ്മൾ സ്പോട്ടിൽ എത്തേണ്ടത്. എത്ര മിനിറ്റ് നടക്കേണ്ടി വരും? ഒരു 20 minutes നടക്കേണ്ടി വരും. ആ, ഇവിടെ എവിടെ നിർത്തിയിട്ട് നമുക്ക് നോക്കിയാൽ കല്ലുണ്ട്, നോക്കി പെട്ടെന്ന് പോ. ഓക്കെ, പെട്ടെന്ന് പോവേണ. ആ, ബാഗ് കൂടെ എടുത്തോ എൻ്റെ. കേറില്ല. പറഞ്ഞിട്ടില്ല ഈ ടൈമിലല്ലേ സൺസെറ്റ് ആവാറ്. സീനില്ല, നമുക്ക് നോക്കാം. എത്തുമായിരിക്കും അല്ലേ? അത് ആൾക്കാരൊക്കെ ഇപ്പം തിരിച്ച് കയറി വന്നോണ്ടിരിക്കുക. ഉണ്ട്, ചിലവർ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുടെ തന്നെ നിൽപ്പുണ്ട്. ഒക്കെ പെട്ടെന്ന് പോയിട്ട് വരാം. ട്രൈ ചെയ്ത് നോക്കാമല്ലേ? എന്താ? ഓക്കെ, ഇനി കുറച്ച് ഓഫ് റോഡ് ആണെങ്കിൽ ഇത് മറ്റേ മാൻ വേഴ്സസ് വൈൽഡ് നമ്മളെ സെക്കൻഡ് പാർട്ടാണ്. ആ, അതെ. എങ്കിൽ നെക്സ്റ്റ് വീക്ക് മറ്റടുത്ത് പോവാണോ? അതല്ലേ ബെറ്റർ? ഏതാ ബെറ്റർ? ഇതൊരു വ്യൂ ആണ്. നമ്മള് ബീച്ച് പോയി എത്തില്ല. അവരൊക്കെ നോക്കിയേ, ഇത് നോക്കി കയറി. ആ വഴി കൂടെ കയറാം. കയറാം. സൺസെറ്റ് നന്നായിട്ടുണ്ടല്ലേ? അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ കണ്ടല്ലോ നിറച്ച ആൾക്കാർ ഈ സ്പോട്ടിലേക്ക് വന്ന് ക്യാമ്പൊക്കെ ചെയ്യും. നമുക്കും നെക്സ്റ്റ് വീക്ക് ട്രൈ ചെയ്യാൻ എനിക്ക് ഷുവറായിട്ട് അറിയില്ല. ക്യാമ്പ് നമുക്ക് ലേറ്റർ പീരീഡ് ചെയ്യാം. അല്ലേ? എങ്ങോട്ട് നമ്മൾ അതുവരെ പോകും? തണുക്കാൻ തുടങ്ങിയല്ലേ? നമ്മൾ ഏർലിയർ പോയിട്ടിരുന്നീങ്ക ആ ഇന്നൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ, അവിടെ പോയിന്റ് ആവാ. അതെ, സോ അവിടെ ആ സ്ഥലത്തിൽ ഇപ്പം നിറയെ ആൾക്കാരുണ്ടല്ലേ. അവിടുന്ന് ഷിപ്പ് എടുത്തിട്ട് വന്ന് നമ്മൾ പ്രൈവറ്റ് ബീച്ചിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു പ്രൈവറ്റ് ബീച്ച് അവിടെ 6 hours 7 hours ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതുമാതിരി ഫുൾ പ്രൈവറ്റ് ആയിരിക്കും. നമ്മൾ മാത്രം
വിളിക്കുമ്പോൾ ഒന്ന് പിക്കപ്പ് ചെയ്യും. ആ അവിടെ പോയി നമ്മൾ ക്യാമ്പ് ചെയ്യുക, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുൾ ഫാമിലീസ് 2-3 ഫാമിലീസ് കൂടെ വന്നാൽ സൂപ്പറായിട്ടുണ്ടാവും. അവിടെ പക്ഷേ കൊളീഗ്സിൻ്റെ കൂടെ പോയി. സോ ഇങ്ങനെ ഓരോരോ ഗ്യാപ്പിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടൊക്കെ ചിലപ്പോൾ സൺസെറ്റ് ഡ്രൈവ് മാറി യോട്ടിൽ കൊണ്ടുപോകും അവർ. ഒരു പക്ഷെ വൈശ് വന്നപ്പോൾ നമ്മൾ പോയതാണ് ആ സ്ഥലത്തിൽ. ഐ തിങ്ക് അങ്ങനെ ചില പേര് പോകണം. അത് ഇങ്ങനൊരു വ്യൂ ആണ്. ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം. മനസ്സെന്താ പറയുന്നു? എപ്പുറത്ത് പോകണം? റൈറ്റ് എടുക്കണോ ലെഫ്റ്റ് എടുക്കണോ? എനിക്കറിയില്ല, ഏതാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ചോയ്സ്. ഓക്കെ ലെഫ്റ്റ് റൈറ്റ്. നമുക്ക് ആൾക്കാരവിടെ ട്രാവൽ ചെയ്ത് ഇതുണ്ട്, നോക്കിയിട്ട് വരാം. എങ്ങനെയുണ്ട് വ്യൂ? നോക്കി അല്ലേ? എന്താ ഫീൽ ചെയ്യുന്നു? ഇങ്ങനത്തെ സ്ഥലം പോയിണ്ടോ അതിന്റെ മുമ്പ്? എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാവല്ലേ? അതെ, അവിടെ ട്രീസ് ഉണ്ടാവും, ഗ്രീൻ ആയിരിക്കും. ഇവിടെ ഫുൾ മൗണ്ടൻ ആയിരിക്കും. കൊള്ളാല്ലേ? നമ്മൾ കുറച്ചും കൂടെ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇവിടെ. അവിടുത്തെ വാട്ടേഴ്സ് ഒക്കെ നമുക്ക് കാണാം. ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചത് നമുക്ക് എല്ലാം ലൈക്ക് വാട്ടർ ക്ലിയർ ആയിട്ട് കാണാം. എനിക്ക് നമുക്ക് അങ്ങോട്ടും പോയിട്ട് വരാം. ബേർഡോസ് ലൊക്കേഷൻ്റെ ലിങ്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമോ ഈ ലൊക്കേഷൻ ലിങ്ക്? പറ്റുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇരിക്കുക. ഒമാനില് നിങ്ങൾ വരെയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണും. ഫാമിലി സൂപ്പറാണ്. സൂപ്പർ കാറ്റാണ്, സൂപ്പർ വ്യൂ ആണ്. നമ്മൾ പറയണെന്ന് കേൾക്കുമെന്ന് അറിയത്തില്ല, അത്രയും കാറ്റുണ്ട്. ഇനി ഇങ്ങനെ മേലെ കയറാൻ താഴെ ഇറങ്ങണം. ലൈറ്റ് ഇറങ്ങണം. താഴെ ഇറങ്ങണം. നമ്മൾ ഈ സ്പോട്ടിന് തിരിച്ച് ഇനി കാറിൽ പോവാ. ഇനി അവിടെ നിന്ന് സീലോ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് നമുക്ക് കാറിൽ പോയി ഇനി വല്ലതും കഴിക്കാൻ പോവാം. ഓൺ ദി വല്ലതും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് എന്നിട്ട് എന്താ പുറത്തോട്ട്. ഗൈസ്, ഇന്ന് നമ്മൾ റിങ് എടുക്കാൻ മിക്കവാറും പോകും, ചാൻസ് ഉണ്ട്. ആൻഡ് ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട റിങ്ങിന് കിട്ടി. സൈസും അവര് മാറ്റി മീൻസ് കൊച്ചാക്കി തരാന്ന് പറഞ്ഞു. അതെനിക്ക് ചോദിക്കണം.
ഇതാണോ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഈ നമ്മൾ വന്നപ്പോണ്ടല്ലോ ഒരു ഫാമിലി ഈ വഴി കൂടെ കൊച്ചിനെ വെച്ച് ഇറക്കുക. സൺസെറ്റ് ആയാല് പോവാം. സോ രാവിലെ ലൈക്ക് എൻ്റെ കൊലീഗ്സിൻ്റെ കൂടെ ഒക്കെ ഞാൻ 4 o'clock 5 o'clock 4-5 കൂടി 3. സോ രാവിലെ എൻ്റെ കൊലീഗ്സിൻ്റെ കൂടെ 3 o'clock മാക്സിമം 4 ആവും. സോ അപ്പോൾ വിചാരിക്കും എന്തിനാ നമ്മൾ രാവിലെ ഇങ്ങനെ എണീച്ച് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് പറഞ്ഞിട്ട്. പക്ഷെ നല്ല ഇരുട്ടായിരിക്കും ഉണ്ടാവും ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്ന മാതിരി. പക്ഷെ വന്ന് ആ സ്ഥലം ഇപ്പോൾ ഇത് 7th ടൈം ഞാൻ വന്നിട്ട് തോന്നുന്നു ഇതേ സെയിം സ്പോട്ടിന് കേട്ടോ. പക്ഷെ ഓരോ പ്രാവശ്യം പുതു സ്ഥലം കണ്ടുപിടിച്ച് ലൈക്ക് അത്ര സൂപ്പർ ആയിട്ടുണ്ടാവും. നമ്മൾ തിരിച്ചു ഒന്ന് കാണണമെന്നുണ്ടാവും. പക്ഷെ വരണവർക്ക് ഭയങ്കര ലേസി ആയിട്ടുണ്ടാവും. പക്ഷെ വന്നിട്ട് പിന്നെ അതിനെ റിഗ്രറ്റേ ചെയ്യില്ല. ലൈക്ക് ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടി ലൈക്ക് ഹാപ്പി ആയിട്ടുണ്ട് ആ സ്ഥലം പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഈ ആക്ച്വലി ഇത് എല്ലാവരും ലൈക്ക് മോസ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും, മസ്കറ്റിലിരിക്കുന്നവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഈ സ്ഥലം. പക്ഷെ ഓരോ പ്രാവശ്യവും ലൈക്ക് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഇതേ സ്പോട്ടിൽ തിരിച്ചു വന്നാൽ കൂടിയോ ഫസ്റ്റ് ടൈം കാണുന്നവരെ കാണിടുന്നു. അതുകൊണ്ട് നന്നായിട്ടുണ്ട്. ആര് വന്നാലും അവിടെ നിന്ന് കൂട്ടുവന്ന് കാണിക്കുന്നത്. വൈഷ്ണ കൂട്ടുവന്നുണ്ടോ ഇത് ഐ തിങ്ക് ഇതൊരിക്കലും വന്നു നമ്മൾ ട്രെക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. മുകളിൽ വരയ്ക്കും ഞാൻ വന്നിട്ട് തോന്നുന്നു. പിന്നെ താഴെ ഇതിന്റെ ആ യോട്ടിൽ ഞങ്ങൾ ഡ്രൈവ് കൊണ്ടുപോയല്ലേ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രെക്ക് ചെയ്തിട്ടില്ല നാണ് പ്രാവശ്യം. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. അതല്ല സ്ഥലം ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ സിറ്റീനെ കണ്ടിട്ട് ലൈക്ക് ഇതൊക്കെ കാണുമ്പോ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് അത്ര ഇവിടെ എക്സ്പെൻസീവ് ഉണ്ടാവില്ല. ലൈക്ക് നമ്മൾ എന്താ ചെയ്തു, പെട്രോൾ ഇട്ടു, അതോടെ ചീപ്പാണ്. വന്നിട്ട് ലൈക്ക് സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നേച്ചറിനെ എൻജോയ് ചെയ്തിട്ട് പോവാൻ പറ്റും. അവിടെ എത്ര ഫാമിലീസ് ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട്. അതെ, നല്ല തണുപ്പ് കാറ്റ്, ലൈക്ക് മൈൻഡ് ഒരു റിഫ്രഷർ പോലെ ആയിരിക്കും അത്. നമുക്ക് എല്ലാം ചായ കുടിക്കാൻ പോവാം. സ്നേഹിക്ക് ചായ വേണമെന്ന് തോന്നുന്നു. ചായ വേണോ? ഇത് ഓറഞ്ച് ജ്യൂസ് വേണോ? ഓറഞ്ച് ജ്യൂസ് ഇവിടെ കിട്ടില്ല. നോക്കിയോ, നമുക്ക് സ്റ്റേഷനിൽ നോക്കിയോക്കാം. എനിക്ക് എന്നാലും അച്ഛ ഒരെണ്ണം തോന്നില്ല. നേരെ പോയിട്ട് എന്നാലും നമ്മൾ ചായ കുടിക്കാൻ പോകും. ഓക്കെ, അവിടെ മേടിക്കാൻ പോകും. ചായ ഇല്ലെങ്കിൽ ഇളനീർ കുടിക്കാൻ സ്നേഹം. ഫൈനലി ഫ്ലാറ്റിന് താഴെ എത്തി. സോ ഇന്നത്തെ ട്രക്കിംഗ് എല്ലാം സൂപ്പർ ആയിരുന്നു. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിന് പോകും വീട്ടുകാരോടൊപ്പം. ലുലുവിനെ കൊണ്ടുപോയി വിട്ടിട്ട് ലുലുവിനെ നമുക്ക് വിനീതിന്റെ വീട്ടിൽ പറ്റുകയാണെങ്കിൽ കൊണ്ടുവിടാം. അതെ, അപ്പം ഈ വ്ളോഗ് ഇവിടെ സെൻഡ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ്. ഓക്കെ, ഗുഡ് നൈറ്റ്.